നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. പടിഞ്ഞാറു ഭാഗത്തെ ഗേറ്റിനടുത്തുള്ള ബൈക്ക് പാർക്കിംഗിലാണ് ഇന്ന് രാവിലെ 6:15 തീപിടുത്തമുണ്ടായത്. പാർക്ക് ചെയ്തിരുന്ന 600-ലേറെ ഇരുചക്ര വാഹനങ്ങൾ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ബൈക്ക് ഷെഡ് പൂർണ്ണമായും കത്തിയമർന്നു. മേൽക്കൂരയടക്കം തകർന്നു വീണു. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. ഉയർന്ന വൈദ്യുതി കടന്നുപോകുന്ന ലൈനടക്കം സമീപത്തുണ്ടായിരുന്നു. തീ പടർന്ന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ എഞ്ചിനും കത്തി. ഏറെ പണിപ്പെട്ടാണ് അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണം എന്ന് വ്യക്തമായിട്ടില്ല. ഇലക്ട്രിക് സ്കൂട്ടർ കത്തിയതാകാം എന്നാണ് സൂചന. എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ പാർക്കിംഗ് പ്രദേശത്ത് ഉണ്ടായിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. തീപിടുത്തമുണ്ടായ സ്ഥലം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നേരിട്ടെത്തി പരിശോധിച്ചു. അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അന്വേഷണത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. കേച്ചേരി ചിറനെല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ചിറനെല്ലൂർ വില്ലേജ് ഓഫീസിന് സമീപം ഞായറാഴ്ച രാവിലെ 6:45 അപകടം. ഇരട്ടി ഉളിക്കൽ സ്വദേശികളായ പുതുമനമൊഴിയിൽ വീട്ടിൽ റോബർട്ട്, ഭാര്യ ഡെന്നി, മകൻ ജസ്വിൻ, പുതുമനമൊഴിയിൽ സക്രിയ, ഭാര്യ ഗ്രേസി, ഹൈദരാബാദ് സ്വദേശി നാർവകൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ എക്സ് കേച്ചേരി ബ്രാഞ്ച് ആംബുലൻസിൽ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കേച്ചേരി ഏരിയ തലക്കൂട്ടുകര യൂണിറ്റിന്റെ കൺവെൻഷൻ വേലൂർ RM-LP ഹാളിൽ നടന്നു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഗ്രേസി ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി സുമതി പ്രഭാകരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സിന്ധു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ഫാൻസി ഷാജു മേൽക്കമ്പനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് VO ജോസ്, സുബി ഷാജൻ, മിനി മോൻസൺ, ബിജി, സ്മിത, സലീഷ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മികച്ച മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് സിന്ധു, താഹിറ എന്നിവരെയും പഞ്ചായത്ത് മെമ്പറായി വിജയിച്ച ഗീത ബാലകൃഷ്ണനെയും ആദരിച്ചു. വിരമിക്കുന്ന തയ്യൽ തൊഴിലാളികൾക്കുള്ള 1.5 ലക്ഷം രൂപയുടെ ആനുകൂല്യം ഉടൻ അനുവദിക്കണം. പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി നൽകണം. തിരിച്ചറിയൽ കാർഡ് വിതരണം വേഗത്തിൽ പൂർത്തീകരിക്കണം. തയ്യൽ തൊഴിലാളികളെ ESIയിൽ ഉൾപ്പെടുത്തണമെന്നും യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തിരുവത്ര വെൽഫെയർ അസോസിയേഷൻ ദുബായ് കമ്മിറ്റിയുടെ 50ാം വാർഷികം ആഘോഷിച്ചു. ദുബായ് ഗർഹൂദിൽ നടന്ന തിരുവത്ര ഫാമിലി ഫെസ്റ്റ് ഫാത്തിമ ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ EP മൂസ ഹാജി ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി പ്രസിഡന്റ് AK മുജീബുദ്ദീൻ അധ്യക്ഷനായി. പ്രവാസ ലോകത്തെ പ്രശസ്ത എഴുത്തുകാരനും വാഗ്മിയുമായ ബഷീർ തിക്കോടി മുഖ്യപ്രഭാഷണം നടത്തി. സമർപ്പണം, സുവനീർ പ്രകാശനം ബഷീർ തിക്കോടി നിർവഹിച്ചു. പ്രവാസ ലോകത്തെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിന് EP മൂസ ഹാജി, TM യൂസഫ് ഹാജി, TA ഹംസ ഹാജി എന്നിവരെ ആദരിച്ചു. താഴത്ത് കോയ, KH താഹിർ, സക്കരിയ മജീദ്, AC ബീരാൻ, SI അക്ബർ ഷാർജ, ഹസൻ അലി ദുബൈ തുടങ്ങിയവരെ ഉപഹാരം നൽകി ആദരിച്ചു. ജോർദാൻ പൗര ഹല എസ്സാം യഹിയ അൽ റൗസൺ മുഖ്യാതിഥിയായി സംഗമത്തിൽ പങ്കെടുത്തു. അബുദാബി വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി KK സിദ്ദീഖ്, തിരുവത്ര നോർത്തേൺ എമിറേറ്റസ് അസോസിയേഷൻ പ്രസിഡന്റ് സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സക്കറിയ റഷീദ് പുസ്തക പരിചയത്തിനും സ്വാലിഹ് ഫൈസി പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. ഷറഫ് സുലൈമാൻ സ്വാഗതവും റഷീദ് തോപ്പിൽ നന്ദിയും പറഞ്ഞു. വെനസ്വേലയെ കടന്നാക്രമിച്ച അമേരിക്കൻ ഗുണ്ടായുസത്തിനെതിരെ CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം CPM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KK മുബാറക് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം KH സലാം, TM ഹനീഫ, PP രണദിവെ, VG സഹദേവൻ, TM ഷഫീഖ്, പ്രസന്ന രണദിവെ എന്നിവർ നേതൃത്വം നൽകി. AKTA കേച്ചേരി ഏരിയ വേലൂർ യൂണിറ്റ് കൺവെൻഷൻ തലക്കോട്ടുകര RMS ഹാളിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് സീമ ഷാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ഫാൻസി ഷാജു റിപ്പോർട്ടും ട്രഷറർ ബ്രിൻസി ജോയ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് VO ജോയ്, ശ്രീജ, അനിത എന്നിവർ സംസാരിച്ചു. പ്രസവാനുകൂല്യം 15,000 രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും തയ്യൽ തൊഴിലാളികളെ ESIയിൽ ഉൾപ്പെടുത്തണമെന്നും റിട്ടയർമെന്റ് തുക വർദ്ധിപ്പിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വേലൂർ പഞ്ചായത്തിലേക്ക് വിജയിച്ച ഷൈനിയെ യോഗത്തിൽ ആദരിച്ചു. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.